ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൂരിയും ഭാജിയാണ്. എണ്ണയൊന്നും ഒട്ടും കുടിക്കാതെ തന്നെ എങ്ങനെയാണ് അടിപൊളിയായിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭാജിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ആട്ടപ്പൊടി എടുക്കുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുക്കാം. 1 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് പഞ്ചസാര ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ കുഴച്ചെടുക്കാം. 1 കപ്പ് മൊത്തമായിട്ട് ഒഴിക്കരുത്, ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തതിൽ ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ആവശ്യമില്ല. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. 1 കപ്പ് ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഭാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിത് കുക്കറിലിട്ടതൊന്ന് വേവിക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇത് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് കുക്കറിൻ്റെ അടുപ്പ് വെച്ച് 1 വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം. 1 വിസിൽ വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ പൊട്ടറ്റോ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ പൂരിയുടെ മാവ് മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ടെടുക്കാം. അപ്പോൾ പൂരിയുടെ വലുപ്പത്തിൽ ചെറിയ ഉരുളകളാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ എല്ലാ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ചെറിയ ബൗളിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിലേക്ക് ഈ ഉരുളകളൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലുള്ളൊരു പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് പരത്തിയെടുത്താൽ മതി. ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു കനത്തിലാണ് നമ്മൾ ഈ പൂരി പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് തിന്നാക്കി പരത്തരുത്, നല്ല കട്ടി ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് ഓയിലിട്ട് വെക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രസ്സിൻ്റെ മേലെ ഇതുപോലെ കുറച്ച് എണ്ണ തേച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൂരി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇതുപോലെ ഇട്ട് നോക്കാം ഓയിൽ ചൂടായിട്ടുണ്ടോയെന്ന്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പൂരി വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ പൂരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണയൊന്നും കുടിക്കാണ്ട് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂരിയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഭാജി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ള ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വെക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാവാൻ വേണ്ടി നിൽക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷമാണ് ഉടയ്ക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങ് എല്ലാം ഇതുപോലെ ഉടയ്ക്കണം എന്നില്ല. കുറച്ച് ഉരുളക്കിഴങ്ങ് അതേപോലെ കിടന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ബാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബാജിയാണിത്. പൂരിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് താല്പര്യം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തത്. അപ്പോൾ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്